അല്ല നിനക്ക് വഴിയറിയാന്ന് പറഞ്ഞിട്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ട്രിപ്പിനുള്ളത് സയ്യുണ്ട്, അളിയനുണ്ട്, അസ്കറുണ്ട്, ആൻഡ് ഷർഫ് ആൻഡ് അശ്വിൻ. ഷർഫ് ചില്ലല്ലേ? ഓ ഷർഫ് ചില്ല ഗൈസ്. അപ്പൊ നമ്മൾ ചെറിയൊരു സ്പോട്ട് കണ്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഷർഫേ ഓണല്ലേ? ഇത് ഞാൻ ഇടക്കിടക്ക് ചോദിക്കുന്നതായിരിക്കും ഷർഫിനോട്. ഹലോ ഗൈസ്. അപ്പൊ നമ്മൾ ചെറുതായിട്ട് കൊളുക്കുമല വരെ ഒരു ട്രിപ്പ് പോവുകയാണ്. അതെ, വളരെ ചെറുതായിട്ട്. അളിയോ ഗൈസ്, ഇതാണ് ഗൈസിന്റെ ഓൾറെഡി അറിയാലോ. ഇതാണ് നമ്മുടെ തക്കളി. ഗൈസ്, അപ്പൊ ഇനി അടുത്ത സ്പോട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ നേരെ ക്യാമ്പ് സൈറ്റിലേക്കാണ് ഞങ്ങൾ പോണത്. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ബാക്കിലെ ഷോക്ക് പ്രോപ്പർ അല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം അമ്മാതിരി കുത്തൊക്കെയാണ് കുത്തുന്നത്. വളരെ നല്ല കുടുക്കമില്ലാത്ത വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഇപ്പൊ പറയുന്ന സാധനങ്ങൾ തന്നെ ഇതിൽ കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവുള്ള അമ്മാതിരി കൊടുക്കണം. പറ്റിയ നൈസ് ടാസ്ക്. പുറകെ പൊങ്ങി ചാടി എന്നിട്ട് വന്നിരുന്നാണോടാ. ബ്രേക്കിന്റെ ആവശ്യമില്ലടാ. ബ്രേക്കൊന്നും വേണ്ട. ആ വോൾട്ടൻ അടിച്ച് പിടിച്ചേക്ക്. ചേട്ടാ ഞങ്ങൾക്ക് പോണം. ഓട്ടോയും കാറും കൂടെ വൻ ടാസ്ക്. ഓക്കെ റെഡിയാവില്ല. ഇറക്ക് അതെ റെഡി. ഓ വണ്ടി പോവും. പൊക്കോളൂ. പിന്നല്ല കുറച്ചു നേരത്തെ ടാസ്കിന് ശേഷം അങ്ങനെ വീണ്ടും വണ്ടി സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. അടുത്ത കാർ ചേട്ടാ ഇവിടെ നിർത്തിയിട്ടോ. അവിടെ നിന്ന് ഒരു വണ്ടി തന്നെ സെറ്റ്. ഇന്നത്തെ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും റൂട്ട് വെള്ളം ശാന്തി ശനിയുടെ റൂമിന് അങ്ങനെ ചാടുമാ. ഇവിടെയല്ല വരുന്നത്. അവിടെ ഇവിടെയല്ല നിങ്ങൾ നിന്നത്. അറിയാനേ പറ്റല്ല. ഇതൊക്കെ കിട്ടിയല്ല സമയമുണ്ടാ. ഇവിടെയല്ലേ ഇവിടെയാണ് ഇതാണ് കറക്റ്റ് പ്ലേസ്.
എന്താ എന്റെ അടുത്തേക്ക് എന്താ അടുത്ത മൂപ്പരാ 1 മണിക്കൂറാ കാട് കഴിയാനാ ഗൈസ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ കാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഷറഫാണ്. ഷറഫ് എന്ത് വിഷമമുണ്ടായാലും എന്ത് സന്തോഷം ഉണ്ടായാലും അപ്പൊ FC എടുത്ത് ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് അതെ മാമലക്കണ്ടം. ഷറഫെ നീ എവിടെ? ഞാൻ മാമലക്കണ്ടം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഷറഫെ നീ എവിടെ? മാമലക്കണ്ടം. പിന്നെ നമുക്ക് വിളിക്കേണ്ട കാര്യമില്ല. ഷറഫ് അവിടെ മാമലക്കണ്ടത്തുണ്ടാവും. ഇവന് ഈ സാധനം തന്നറിയോ? ജീവനില്ല. കിട്ടിയാ നോട്ടെ ഞാൻ കണ്ടിട്ടില്ല. സെറ്റല്ലേ? എല്ലാം സെറ്റാണ്. പൊടി ഇവ പറഞ്ഞാണ് മാമംഗലം എന്ന് പറഞ്ഞത്. ഇതാണ് മാമംഗലത്തേക്കുള്ള റൂട്ട് എന്നൊക്കെ. മിൽക്കി ബിസ്റ്റാ പോണോടത്ത് കക്കോസയില്ലേ? അളിയന് ഒഫീഷ്യലായിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ചേർന്നിരിക്കാൻ ഗൈസ്. അത് മേടിച്ചിട്ടില്ലാട്ടാ. എങ്ങനെയുണ്ട്? ഒരു ട്രിപ്പ് പോകണ്ട, തിരിച്ചു വീട്ടിൽ പോകാതെ ചൂടത്ത് കാരണം അവിടെ ചെന്നാ ഓക്കെയാണ്. എല്ലാവരും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്ക. കേട്ടതാ ഞങ്ങളുടെ പാതയിലേക്ക് വരാ. പിന്നെ ആരും പാക്കറ്റ് ഫുഡ് ഒന്നും കഴിക്കരുത്. അതെ എടുക്കല്ലേ? ജങ്ക് ഫുഡ്സ് ഇല്ലാട്ടാ. ഇല്ല എന്നിട്ട് തള്ളി കയറ്റാണ് പൊളിയാണെന്നൊക്കെ 2 പ്രാവശ്യം. ഇത് പിന്നെ ജങ്ക് ഫുഡ് അല്ലല്ലോടാ, വീട്ടിൽ വെച്ചോണ്ടെന്നാണ് അവനത്. ഇതിൽ ഭാഗം ഹോം മെയ്ഡ് ഈ സംഭാരം മാത്രമേ ഉള്ളൂ. കിട്ടിയതുള്ളത് ഓ മൈ ഗോഡ്, ഇതില് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവില്ലേ? ഈ സാധനത്തിന് ഒറ്റ പവർ മതി ഇഞ്ഞോളം വരെ എത്താൻ. വേണ്ടല്ലേ എന്നൊക്കെ പുള്ളിക്കാരൻ ഒന്നായിട്ടില്ല. എടാ എന്നാ പരിപാടികൾ നടത്താൻ പോകാനുള്ള ജിമ്മി പോണ നീയും തലക്കേറ്റിട്ടുണ്ട്. ഞാൻ ആഴ്ചയില് 2 ദിവസം പോകാം. അതിന്റെ കാണാൻ പക്ഷി നിരീക്ഷണം. പോയാ ഷിറ്റ്, പക്ഷി കേട്ടെന്നോണ്.
ഈ ട്രിപ്പിലിടില്ല ഇജാസ് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഇജാസിന്റെ വണ്ടി ഓടിക്കാൻ അവനുണ്ടല്ല ഇജാസിന്റെ എപ്പോഴും സ്മരിച്ചോണ്ടിരിക്കും. എന്തെങ്കിലും ചെരുപ്പുണ്ടോ? വീട്ടിൽ നിന്നപ്പോ നല്ല വെളുത്തിരുന്നതിന്റെ ചെരുപ്പാണ്. ഭാഗ്യത്തൊണ്ട് തന്നെ നടന്നത്. കൊക്കല്ലേ കൊക്കോ ഇവിടെ എന്ത് സംഭവം? പുറത്തുണ്ട്. വണ്ടിടാ മാമലക്കണ്ടത്ത് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. നമ്മൾ അവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം മാമലക്കണ്ടം ഹൈസ്കൂൾ, നമ്മുടെ സ്വന്തം എന്നൊക്കെ. ഓ വെറൈറ്റി തന്നെ. സെൽഫി എടുക്കണമെന്ന് വിചാരിച്ചു. ഇത് സെൽഫി എടുക്കണല്ലേട്ടാ, വീഡിയോ. നമ്മുടെ എല്ലാവരും നിരന്ന് കണപ്പിക്കോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇമ്മാതിരി ഡാർക്ക് എന്റെ എടാ എന്നാ അരിയിലെടുത്ത് എടുക്കാൻ പറടാ. സർഫ് അങ്ങോട്ട് പോയെന്നാണ്. അമ്മ പട്ടിയടിക്ക് മാറി. ടീച്ചടിച്ചെടുക്കാണ്. ഷർബത്തി ഞങ്ങൾ എത്ര പേര്? 50 രൂപ. ഒറ്റ ഫോട്ടോ എടുത്താൽ മതി ഞങ്ങളെല്ലാരും വെച്ചിട്ട്. ഗൈസ് അങ്ങനെ മാമലക്കണ്ണ ഹൈസ്കൂളിന് മുമ്പിൽ നിന്ന് എല്ലാവരും സ്ഥിരം പിക്കും പടച്ച് ഞങ്ങൾ ഇവിടുന്ന് നെക്സ്റ്റ് നമ്മുടെ സൂര്യനെല്ലി ക്യാമ്പിലേക്ക് പുറപ്പെടുകയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറണം. എന്നിട്ടാ എന്തായാലും പറഞ്ഞോ.
എനിക്കൊരു ചിക്കൻ ബിരിയാണി. എനിക്കൊരു ഊണ്. മൂന്ന് ഫ്രൈഡ് റൈസ് ചിക്കൻ വേണ്ട. അത് ഇതും കൂടി പറയാറുള്ള മറ്റേ ഹോട്ടലിലേക്ക് ഇരിക്കുന്ന എപ്പോഴാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാനൊരു അതുകൊണ്ട് ഞാൻ ബിരിയാണിയിലാണ് കിട്ടി. ഗോബി അങ്ങനെ രണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഗൈസ് അമ്മമാര് പറഞ്ഞൊന്നും കിട്ടിയിട്ടില്ല. ആദ്യം തന്നെ എൻ്റെ ബിരിയാണി. അന്നത്തെ ദിവസം ഞാനെടുക്കും. ഇല്ലാന്ന് പറഞ്ഞോ? അത് കിട്ടില്ല. കച്ചമ്പറം കണ്ടു, പപ്പടം എടുത്തു. കച്ചമ്പറം മൂന്നാർ ചായ. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. അന്യായ വൈബ്. ഞാൻ വെയില അന്യായ വൈബ്. സ്റ്റോറേജ് ഫുള്ളാ. ഇമാരുത് അവിടെ പോയാ ചില്ലറൊന്നും അല്ലല്ലോ ഇമാർക്ക്. എടാ വാടാ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. നമ്മളവിടെ എന്തായാലും അവര് ചായ വെൽക്കട്രിങ് എന്തായാലും കാശ് കൊടുത്തു. മിക്കവാറും നമ്മളവിടെ രാത്രിത്തെ ചോറിന് അംഗീകരിച്ചല്ലേ എന്ത്. ഞാൻ വണ്ടിയാന്ന് വെച്ചിട്ട് അത് വീടാടാ. ആ വീടാണ്. 24 അൾട്രയില് അളിയൻ കുളിസിൻ കാണുന്നു. അളിയോ അളിയന്റെ 23 ഒരു ഫോട്ടോ കൊടുക്കും. അളിയോ ഗൈസ് എന്താന്നറിയില്ല, എന്തിന്റെ തുടങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. പോവാൻ പറ്റും, പക്ഷെ വവ്വാലെന്ന് തോന്നുന്നു. വവ്വാല് എന്റെ കത്തറ കൂടി അറിയാൻ പറ്റുള്ളൂ എനിക്ക്. ഇവിടെ ഒന്നും ഇല്ലടാ, ഇത്രേ ഉള്ളൂ. ക്ലോസ്. പിന്നെ ടിപ്പു സുൽത്താന്റെ ഞാൻ പറയാ മറ്റേ പുള്ളി എന്താ വിളിച്ചത് സ്ഥലോടാ ഇതാ. ടിപ്പു സുൽത്താന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു പൂഹാണ്ട് വന്നിട്ട് പുള്ളി കഥയൊക്കെ വൻകഥകൾ വൻകഥകൾ. പിന്നെ ഇവിടെ നെറ്റും എല്ലാന്നുണ്ടല്ലോ. ഗൈസ് ഗുഹ കണ്ടപ്പോഴത്തേക്കും സൈഡ് വൻ കഥകളൊക്കെ. സത്യമാണോ എന്നറിയില്ല. കേറിക്കാണ് കാണാനുണ്ട്. ഫ്ലാഷ് അടിച്ചിട്ടോ ഫ്ലാഷ് അടിച്ചോ. മലയാളി കള്ളൻ ഗുഹ. മലയാളി കള്ളനാ. അത് ഏത് കള്ളനാണ്? കായങ്ങളും കൊച്ചുണ്ടി ടിപ്പു സുൽത്താൻ. നമ്മുടെ പിള്ളേരൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ തന്നെ കഥയൊക്കെ ഉണ്ടാക്കും. മലയാളി കള്ളൻ സ്പോട്ട് കഥ. നമ്മള് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് രണ്ടോമാര് കൂടെ കയറി പോയിട്ടുണ്ട്. വേറെ സർഫ് പറയാൻ പറ്റോ, പിടിച്ച് കയറി പോവും. ഷറഫ് എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ അകത്ത്? ആ പൊളിയായിരുന്നു. എന്ത് വെച്ചാലും പൊളിയാണ്. അപ്പൊ നമ്മൾ ലൊക്കേഷൻ വെച്ചാ
ലൊക്കേഷൻ തെറ്റിരിക്കുകയാണ് guys. മോനെ അതാണ് നമ്മൾ എത്തിയോ എത്തിയില്ലേ എന്ന് അറിയാൻ എന്താടാ സൈഡ് സ്റ്റാൻഡ് തരാ ഞാനല്ല പറഞ്ഞേ അലീനാണ് പറഞ്ഞത് സെന്റർ സ്റ്റാൻഡ് ബാക്കി പരിപാടികൾ അതിനുള്ളിൽ കയറിയിട്ട് അതിനുള്ളിൽ കയറിയിട്ട് ഇത് വഴിയാറുന്നല്ലേ നല്ല രസമില്ലേ കാണാൻ പോലെ 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 ഓണല്ലേ ഇത് നിക്കാഹിനോട് ഈ വീഡിയോ ഞങ്ങൾ ടെന്നീസ് സ്റ്റേ അടിക്കാൻ പോണടാ. നിന്നെ ശരിക്കും മിസ് ചെയ്യണ്ടാ. നീ ഒന്ന് വേഗം പാടാ. വേഗം പാടാ. ഇന്ന് ക്യാമ്പ് ഫയർ ഉണ്ട്, ചിക്കൻ ബാർബിക്യൂ അടിക്കുന്നുണ്ട്. അതൊക്കെ മറ്റേ ഹിൽസിലൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്ത. നാളെ പിന്നെ കൊളുക്കുമല വ്യൂ. ഇതേപോലത്തെ ഒരു വൈബില് നീ വന്നിട്ട് നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ടാവും. ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ പോലും പറയാതെ ഞങ്ങൾ 3 ബ്ലാക്കിലും 3 കാപ്പിയിലുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കടിച്ചരം അശ്വിനും സയ്യും ഷറഫും ബ്ലാക്കിലും ഞാനും അളിയനും അഷ്കറും കാപ്പിയിലും ആണ് ഗൈസ്. കടാ ഞങ്ങളുടെ കളർ കോമ്പിനേഷൻ എന്താണ് മനപ്പരുത്തം. ഞങ്ങളിത് പറഞ്ഞിട്ടതല്ല, ഒരിക്കലും പറഞ്ഞിട്ടതല്ല, പക്ഷെ എന്താണെന്നറിയില്ല, ഭയങ്കര കോസ്റ്റ്യൂം ഗൈസ്. പിള്ളേർക്ക് ഭയങ്കര സംശയമാണ്, വൈഫൈ ഉണ്ടാവോ, കുളിക്കാൻ വെള്ളം ഉണ്ടാവോ, ഫാൻ ഉണ്ടാവോ. എന്തായാലും ക്ലൈമറ്റ് ഭാഗത്ത് നല്ല കിടിലൻ ക്ലൈമറ്റാണ്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ക്യാമ്പ് സൈറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. സംഭവം എക്സ്പാസ് ട്രിപ്പാലിന്ന് ഏജൻസിയുടെ പേരായിരുന്നു. ബുക്ക് ചെയ്ത ആള് പറടാ. ക്യാമ്പ് ഫയർ മിക്കവാറും അവിടെ ഇരിക്കുന്നതാണ് സ്പോട്ട് കണ്ടിട്ട്. നല്ല നല്ല വൈബ്. ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു സാധനം തന്നെ. എന്തുണ്ടായാലും അശ്വിന്റെ പേരില് സയ്യേ, എന്തുണ്ടായാലും ഉത്തരവാദിത്തം അശ്വിൻ. ഹെൽമെറ്റും ബാഗ് ടെന്റിൽ തന്നെ വെക്കാലോ ഗൈസ്. അപ്പൊ നമ്മൾ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ് ടെന്റിലേക്ക് പോവുകയാണ്. നമുക്കുള്ള ടെന്റായി. ഏത് ഇതും കൂടി ഉൾപ്പെടെയാണോ പറഞ്ഞത്? അതെന്താണ് നെൽത്താ തുറക്കും ചെല്ലി കിടക്കണം. സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണമല്ലോ. അതിന് മാത്രം എനിക്ക് പേടിയുന്നു. പാമ്പിനെ പട്ടിനൊന്നും പേടിയില്ല. അളിയാ അളിയാ ഓപ്പൺ ചെയ്യും, ഓപ്പൺ ചെയ്യടാ. അൺബോക്സിംഗ് ദ ടെന്റ്. നേരെ തുറന്നേ പറ്റി ചോട്ടിട്ട്. എടാ എന്താണത്? മൈ ഗോഡ്, ഡബിൾ പ്രൊട്ടക്ഷൻ ആണ്.
എടാ മറ്റേ ചാർജിങ് സെറ്റപ്പ് ഒക്കെ ഉണ്ടോ? ആ ടെന്റിലല്ലേ അപ്പൊ ചാർജർ കൊണ്ട് കുത്തിക്കും അതൊരു മാതിരി മറ്റോടത്ത. അപ്പൊ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടാ ഞാനും എന്റെ അച്ഛന്റെ റൂമിൽ. അയ്യോ ഞങ്ങൾക്ക് ഇത് കൊള്ളാം ഗൈസ്. നമ്മുടെ ഒപ്പം ചെയ്യൂ. അൺബോക്സ് നമ്മ പുറത്ത് ഇതാണ് ഇത്. നല്ല പുതപ്പൊക്കില്ലേ? വിറക്കോ? വേറെ സീനുണ്ട്. മഴ ഗൈസ് ഈ ടെന്റിലാണ് ഞാനും സയ്യും തങ്ങാൻ പോകുന്നത്. എടാ എനിക്ക് ചുമപ്പ് ഒന്ന് കേറി കിടക്ക്. സ്പേഷ്യസ് ഡേറ്റില്ല ഗൈസ് പെടോ. ഓ ഗൈസ് ചിലപ്പോ ഇത് ഈ വ്ലോഗിന്റെ അവസാനമായിരിക്കും. ഇവിടെ കറണ്ട് ഇല്ല, ഫോണിലടി ചാർജ് ഇല്ല എന്നൊക്കെയാണ് പറയണത്. എന്തായാലും ഇത്ര നേരം കണ്ട കാഴ്ചകളൊക്കെ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്തൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. അടുത്തായിട്ട് ചെറിയൊരു ട്രക്കിങ്ങിന് വേണം. ആ കറണ്ട് പോയെന്ന് അറിയാൻ പാടില്ല. പ്രകൃതിയോട് ചേർന്ന് ഞങ്ങളുടെ അടുത്ത് പ്രകൃതിയോട് ചേർന്ന് ഞാൻ ചെയ്യും. പ്രകൃതിയോട് ചേരില്ലെന്നൊക്കെ രാത്രി അറിയാം. നോക്കുമ്പോ അപ്പുറത്തൊന്ന് മലമ്പാമ്പ് പാർക്ക് ചെയ്തേക്കണ്. അടുത്തായിട്ട് നമ്മളെ വെൽക്കം ഡ്രിങ്ക്. എടാ ഒരു പോവാൻ നമ്മൾ നോക്കിക്കാൻ തോന്നിട്ടോ. അവിടെ വേറെ സെറ്റ് ആവും. ഷർഫേ ഇവിടെ നമ്മൾ തീരുമാനിക്കണവരല്ല. എങ്ങനെയുണ്ട് മധുരം? എങ്ങനെയുണ്ട്? അധികം മധുരം എന്നാ വേണ്ട അധികം മധുരം പുളിയാണ്. അപ്പൊ സാർ ഞങ്ങള് റെഡിയാണ്. ചേട്ടാ ഞങ്ങള് റെഡിയാണ്. നോക്കി കുറച്ച് കഴിയുമ്പോ അളിയനായിരിക്കും ഇവിടുത്തെ മെയിൻ. ആറുകട് ഇങ്ങനെയല്ല ഓടിക്കുന്നത്, ഞാൻ ഓടിക്കാം. ആരകട് അളിയന് ഇതിന് പാർട്ണർഷിപ്പ് ഒക്കെ ലാസ്റ്റ് പോലെ ഊത്തറും ഗ്യാങ്സ്. ഒരാളെ കാണാണ്ടല്ലോടാ. ഷർഫ് ചിലപ്പോ അവിടെ വല്ല മൂലക്ക് മൈ പിടിച്ചിട്ടുണ്ടാവട്ടോ. ഈ കാണുന്ന ബോർഡിൽ നമ്മുടെ ക്യാമ്പിന്റെ എല്ലാ പരിപാടിയും എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത്. ചെക്ക് ഇൻ ടൈം 2 PM. അതിപ്പോൾ ഒരു 5 മണി ആയിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്ക്, ഫാൻറ്റം ഹിൽ ട്രക്കിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. 7 മണിക്ക് ടീ ഓർ കോഫി, പിന്നെ ക്യാമ്പ് ഫയർ, ഡിന്നർ. അതൊന്ന് പറഞ്ഞോട്ടെ. പിന്നെ നാളെ രാവിലെ 4 മണിക്ക് കൊളുക്കുമല സെൻട്രീസ് ബ്രേക്ക്ഫാസ്റ്റ്, 11 ചെക്ക് ഔട്ട്. എടാ ഫുൾ പരിപാടി അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിശദീകരിച്ചാണ്. വരുമ്പോ ചാർജ് ഇല്ലെങ്കിലാ എല്ലാവരും ബ്രീത്ത് ട്രാക്ക് ചെയ്തേക്ക്. തിരിച്ചു വരുമ്പോ നല്ലായിരിക്കും അവസ്ഥ. പട്ടിയാവുന്നത് എടുക്ക. യെസ് ഫ്രഷ് സാധനം വണ്ടി. അപ്പൊ നമ്മള് നേരെ ട്രക്കിംഗ് സ്പോട്ടിലേക്ക്, ഫാൻറ്റം ഹിൽസ്. റൂട്ട് എന്തായാലും കലങ്ങനാളെ. നമ്മളിങ്ങനെ ഒരു സ്പോട്ടിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇനി കാണുന്ന വഴിയുണ്ട്. ആ വഴി കൂടെ ഒരു വണ്ടി തന്നെയാണ് നല്ല രസമായിരുന്നു. ബട്ട് അതെടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്താ നീ കാണിക്കണത്? എടാ നിന്റെ ചാർജ് ഇല്ലാതെ നീ ഇതിങ്ങനെ ചെയ്യുന്ന എന്താണത്? നമുക്കപ്പോ ഇല്ല കാണുന്ന വഴി കൂടെയാണ് പോകേണ്ടത്. ശിവനെ
ഓക്കെ നല്ല കട്ടക്കൊണ്ടും വഴിയാണ് വിചാരിക്കണ പോലെയല്ല, ഇതുപോലത്തെ വഴിയാണ് നമ്മൾ കയറി പോകേണ്ടത്. എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ കേറി പോണ വഴി. അവന്മാര് കേറി എടാ ഇത് മറ്റവന്മാരാണോ? നല്ല വരുമാനം ഇതിലാ കാണുന്ന ഓ കാണിക്കാൻ പറ്റില്ല. നല്ല സീൻ വഴിയാണ് ഗൈസ്. എന്തായാലും നല്ല വിജിലംബിച്ച വഴിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ എല്ലാവരും ഫാറ്റ് ബാണാവും. ഒരാഴ്ചത്തേക്ക് ജിമ്മ് വേണ്ട. ഞാൻ വിചാരിച്ചതേ 2 ദിവസം ജിമ്മിൽ പോയില്ല, ഫാറ്റൊക്കെ കൂടൂല, ജങ്ക് ഫുഡൊക്കെ കയറ്റൂല എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നു. ഇനിയിപ്പോ പേടിക്കണ്ട, 6 pack ആണ് കൺഫേം. എനിക്കിനി അധികം നേരം വ്ളോഗ് കഴിഞ്ഞ് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല, കാരണം ഇതിൽ തന്നെ കുറച്ച് നേരം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ബാക്കി മോടി ചെന്നിട്ട് കാണിച്ചു തരാം. മേടിച്ചെന്നിട്ട് കാണിക്കാനുണ്ടാവും എന്ന് എനിക്കറിയാൻ പാടില്ല, അതിനുള്ള ചാർജും ഇല്ല. എന്തായാലും ഞാൻ ശ്രമിക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ബൈ ഗൈസ്. ഇതൊക്കെയാണ് കാണുന്ന വഴി. ശേ, ഇതൊക്കെയാണ് നമ്മൾ പോണ വഴി. കുറച്ചോനെ അല്ലാ വെള്ളത്തറേ വ്യൂ കാണാൻ പറ്റണേ. അല്ലാ അപ്പേ ചാർജ് കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഈ ഫുള്ള് വീഡിയോ എടുത്തേനാ, ഫുള്ള്. എന്താ വയ്യേ അളിയാ ബാബാ? അളിയനക്ക് പ്രായാണ് മോനെ. സൂം ചെയ്ത് വെച്ചേക്ക്, നിങ്ങൾ പോരെ. സയ്യേ സയ്യേ, നമ്മൾ ഫസ്റ്റ് ചെക്ക് പോയിന്റ് എത്തിരിക്കുകയാണ്. അല്ലോ പഠിച്ചോനെ, വിശ്വസിക്കാനാകുന്നില്ല. ബാ 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 ബാ. ഇനിയും കുറച്ചുകൂടി ഉണ്ട് ഗൈസ്. അല്ലാ പശുക്ക് എങ്ങനെ അമ്മണിപ്പോ സമ്മർ അടിക്കുന്ന താഴേക്ക്. ഷറഫോടെ இந்த மாதிரி നേരത്തില കേറുക കേറുക. ഇനി ചെറിയൊരു കൊത്തനെ കയറ്റുള്ളൂ. നമ്മളീ പാഴോട്ട് കയറുന്നത് എന്തായാലും വെറുതെ ഒന്നും എനിക്ക് തോന്നല്ല. ഷറഫ് നിന്റെ സ്റ്റാമിന തെളിയിക്ക്. നീ ആ ദുബായി കിടന്ന അടിച്ച പുഷപ്പിന്റെ ഒക്കെ ആ റിസൾട്ട് നീ കാണിക്ക്. നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് കയറിയ റിസൾട്ടാണ് കാണാൻ പോണത്. ഓ നിങ്ങക്ക് കാണണ്ടേ നമ്മളെങ്ങോട്ടൊക്കെ കയറി എത്തിക്കണേന്ന്. പണ്ടാര വ്യൂ അല്ലാ സീൻ. സെറ്റ് ഇരുന്നടാ, വണ്ടി ഓടിച്ചളിക്കാൻ പോണ ഞങ്ങള്. മതി ഇത് മതി. ഇവിടെ ഫുള്ള് മേഘ വരും മിക്കവാറും രാവിലെ. അത് പൊള്ളിയായിരിക്കും. നമ്മൾ എത്ര നേരം കഷ്ടപ്പെട്ട് കയറിയതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കാണ്. വൻ വ്യൂ. അല്ലാ ಎಂಜಾಯ್ ಮಾಡು. ಹಲೋ
3 മണിക്ക് ഗൈസ് അങ്ങനെ സകല പരിപാടികൾ കഴിഞ്ഞ് ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഞാൻ പറ്റി ഇപ്പൊ ആരോട് പറയണത് ഈ ചെറുക്കന്റെ ബ്ലോഗേ ഒറ്റക്കൊക്കെ ഇരുന്ന് സംസാരിക്കണേ പേടിച്ചു പോയി. എന്ത് ചെയ്യാ, എല്ലാ പരിപാടി കഴിഞ്ഞ് എല്ലാവരും ചത്ത് ചെക്കൻ്റെ ഡാൻസ് കണ്ടില്ലേ? ഗൈസ് കുറെ പരിപാടികൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. കുറെ സാധനങ്ങളൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഫോണിൽ നിറച്ച് ചാർജ് ആർന്നടാ. അതെ, ട്രക്ക് കയറിയപ്പോ തന്നെ ട്രക്കിങ് ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ പരിപാടി തീർന്നപ്പോ തന്നെ ഇതൊക്കെ ഇവിടുത്തെ അവസ്ഥ. അതെ അവസ്ഥ. അയ്യോ, ചെറിയ കൂടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാത്രി അത്യാവശ്യം നല്ല കിടക്കുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഇവരെ കുറച്ച് പാട്ടൊക്കെ വെച്ചുകൊണ്ട് കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ട് കുറേ സാധനങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതല്ല ഫോണിൻ്റെ ചാർജ് ഉണ്ടായില്ല. പിന്നെ കാണാൻ പറ്റുള്ളല്ല, ഫ്ലാഷ് ഇട്ടില്ല. ഫ്ലാഷ് ഓണാക്കാൻ മറന്നുപോയി. ഫ്ലാഷ് ഓണാക്കട്ടെ. കുറേ സാധനങ്ങൾ, മികച്ച കുറേ സാധനങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. ഫോണിൽ ചാർജ് ഉണ്ടായില്ല. പിന്നെ ഇവിടെ DJ, ഫയർ ഡാൻസ്, അങ്ങനത്തെ കുറേ പരിപാടികൾ. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള പരിപാടികൾ. ഇവിടെ നമുക്ക് ചാർജിങ് സ്പോട്ട്, പിന്നെ കുറച്ച് നേരം ഇരിക്കാനുള്ളൊരു സെറ്റപ്പ്, പിന്നെന്താണ് ക്യാരംസ് പരിപാടികൾ. ചെറിയ രീതിയിൽ ഞാൻ ഒന്ന് ജസ്റ്റ് നടന്ന് കാണിക്കാം. പകല് ഉള്ളത് എന്തോരം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ സംഭവം അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റേയും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. അവിടെ കുറേ ആ ഭാഗത്ത് കുറേ ടെൻ്റ് തന്നെ ഉണ്ട്. നമ്മുടെ ടെൻ്റ് തന്നത് ആ ഭാഗത്താണ്. ഗൈസ് അപ്പോൾ അതുപോലെ നമുക്ക് കുറേ പരിപാടികളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്രിക്കറ്റിൽ ഒരു ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ച പോലെ കയറുന്ന ഇടയിൽ ചാർജ് തീർന്നു പോയി. അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് ചാർജിങ്ങിൻ്റെ ഒരു പ്രശ്നം, അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്, കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ കാണണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ പവർ ബാങ്ക് എങ്ങനെ എന്തെങ്കിലും കൈ കരുതിയിട്ട് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചേക്കണ്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ അവിടെ കുറേ ഉണ്ടായ കുറേ അടിപൊളി ഐറ്റം, എന്താ പറയുക, കുറേ പരിപാടികളുണ്ടായിരുന്നു. ആ വ്യൂവും ഇപ്പോൾ ഞാൻ കാണിച്ച വ്യൂവിനെക്കാളും കുറച്ചുകൂടി അടിപൊളി വ്യൂ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മൊത്തത്തിൽ കാണിക്കാൻ പറ്റില്ല. പിന്നെ തിരിച്ചിറങ്ങിയപ്പോൾ രാത്രിയായി. പിന്നെ ഇവിടെ വന്ന് ഫോൺ കുത്തിയിട്ട് ഇപ്പോഴാണ് ഒന്ന് ഫോൺ എടുക്കാൻ പറ്റിയത്. അതിൻ്റെ ഇടയിൽ DJ, ക്യാമ്പ് ഫയർ, അതിനിടയ്ക്ക് ഫയർ ഡാൻസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല ഗൈസ്. എന്തായാലും ഈ മെയിൻ ഫോക്കസ് നമ്മളെ കൊളുക്കുമല ആ ട്രക്കിങ്ങാണ്. അവിടെ ചെന്ന് ആ ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ട്. ചെയ്യാൻ പാടില്ല കിട്ടത്. എന്തായാലും നോക്കാം. അപ്പോൾ ഇനി കുറച്ച് നേരം എല്ലാവരും കൂടി ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നേരെ പോയി കിടന്നുറങ്ങാന്നുള്ള സെറ്റപ്പാണ്. കാരണം രാവിലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 7 മണിക്ക് എന്തോ എവിടെ നിന്ന് പോകണം ട്രക്കിങ്ങിനായിട്ട്. 10-15 കിലോമീറ്റർ എന്തോ ജീപ്പിൽ പോകാനുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ബാക്കി പരിപാടികൾ കാണാം. ഓക്കെ, ബൈ ബൈ ഗൈസ്. നല്ല കിട്ടില്ല മഴ, ശരിയല്ല വൻ സംഭവല്ലേ, അടിപൊളി മൊത്തത്തിൽ വേറെ വൈബ്. നമ്മുടെ വെറൈറ്റി ടെൻ്റ് ആയതുകൊണ്ട് ഇത് തുറന്ന് മഴയൊന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ ടെൻറ്റിനുള്ളിൽ വെള്ളം കയറും. ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാം. സംഭവം പൊളി. ഇന്ന് തുറക്കും വേറെ മൂടായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബാക്കി പരിപാടികൾ നാളെ ട്രക്കിങ്ങിന് നമുക്ക് കാണിക്കാം. ഓക്കെ, ബൈ ബൈ.